സൂപ്പർ പ്രൈം അവസാന ഘട്ടത്തിലേക്ക് അതിഥികളോടുള്ള പ്രത്യേക അഭ്യർത്ഥന. ഇനി ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ചുരുക്കി പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ടി.ഡി. രാമകൃഷ്ണൻ, ഈ തമിഴ് രാഷ്ട്രീയത്തിൽ ഇനിയും താരപ്രഭയോടെ ആരെങ്കിലും പെട്ടെന്ന് ഉദയം കൊള്ളാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ ജനപ്രീതിയുടെ കാര്യത്തിൽ തലേ അജിത്ത് അതുപോലെ തന്നെ ഭയങ്കര സ്വീകാര്യനാണെന്ന് കേൾക്കുന്നു. ഇളയ ദളപതി വിജയ് എല്ലാ ഗ്രാമങ്ങളിലും പ്രിയങ്കരനാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത്തരമൊരു താരോദയം രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന് കരുതാമോ? ചിലപ്പോൾ സംഭവിച്ചുകൂടായില്ല. ഞാൻ കുറച്ചും കൂടെ ഫക്രുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ അഭ്യസ്തവിദ്യരായ പുതിയ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. അത് ദ്രവിഡിയൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമാണെങ്കിൽ തന്നെയും അതൊന്ന് കുറച്ചും കൂടെ വിശാലമായിട്ട് പാർശ്വവൽക്കൃതരായിട്ടുള്ള ദളിതുകളായിട്ടുള്ള ആളുകളുടെയൊക്കെ ചേർന്നിട്ടുള്ളൊരു മുന്നേറ്റമാണ്. അതിൻ്റെയൊക്കെ ചില ഭാഗങ്ങളാണ് നമ്മൾ ചെന്നൈ IIT-യിലും ഒക്കെ നടന്ന ചില കാര്യങ്ങൾ കണ്ടത്. അതൊക്കെ കുറേ കൂടെ വിശാലമായ തലത്തിൽ വളർന്നു വരികയും സ്വാഭാവികമായും അതിൽ തമിഴ് ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായ ചില നേതൃത്വങ്ങൾ കടന്നു വരികയൊക്കെ ചെയ്യാം. അത് പ്രഡിക്റ്റ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ ഈ ശശികലയെ പോലെയുള്ള ഒരു വ്യക്തി ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ പവറായിട്ട് വരികയും ഭാരതീയ ജനതാ പാർട്ടി വളരെ തന്ത്രപൂർവമായ ചില മാനിപ്പുലേഷൻസ് നടത്തി അധികാരത്തിൻ്റെയൊക്കെ അടുത്തേക്ക് എത്താനൊക്കെ സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അതിന് ശേഷം അത് ഒന്ന് കലങ്ങി തെളിഞ്ഞ് വരുമ്പോൾ ഈ മാനിപ്പുലേറ്റീവ് പൊളിറ്റിക്സിന് സ്വാഭാവികമായിട്ട് അതിനൊരു അവസാനം ഉണ്ടാവുകയും കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള ചില ചിത്രങ്ങൾ വരികയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത്. ശരി, ശ്രീ രതീഷ് കുമാർ, ഇനിയും ഒരു താര പ്രഭയുള്ള ഒരാൾ തന്നെ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാഹചര്യമാണോ ഉരുത്തിരിയുന്നത്? അങ്ങനെ ഒരു സാഹചര്യം കാണേണ്ടിയിരിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാരണം. അഥവാ ഇപ്പം നമുക്ക് വിജയകാന്തിൻ്റെ കാര്യം എടുക്കാം. DMDK എത്ര നാൾ വരെ നിന്നു? അല്ലെങ്കിൽ ഇനി അദ്ദേഹത്തിന് ഇനി ഒരു സ്പേസ് ഉണ്ടോ? നമുക്കൊന്ന് അന്വേഷിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അഥവാ ഇനിയിപ്പോൾ ഒരു സിനിമയിൽ നിന്ന് ഒരാൾ എത്തിയാൽ തന്നെയും ഈ ജയലളിതയെ പോലെ രാഷ്ട്രീയവും കൂടി അറിയണം. വെറുതെ സിനിമയിൽ നിന്ന് വന്ന ഒരു താരപ്രഭയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയം കളിക്കാനും കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ രാഷ്ട്രീയം കൊണ്ട് നേട്ടമുള്ളൂ. നന്നായി രാഷ്ട്രീയം അറിയാവുന്ന, നന്നായി രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്നതാണ് ജയലളിതയ്ക്ക്. അതുപോലെ കരുണാനിധിക്ക് കുറച്ച് അറിയുകയും ചെയ്യാം. ഇനി വരുന്ന ഇപ്പം അജിത്തിൻ്റെ കാര്യം പറയുന്നു, അല്ലെങ്കിൽ വിജയുടെ കാര്യം പറയുന്നു, അവർക്കൊക്കെ രാഷ്ട്രീയം അറിയില്ല. പക്ഷേ സിനിമയിൽ കൂടി ഒരു പക്ഷേ ഒന്ന് ജസ്റ്റ് ജയിച്ചു വന്നാൽ പോലും അല്ലെങ്കിൽ അത് കൂടുതൽ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു ഒഴിവ് തന്നെ വന്നിരിക്കുകയാണ്. അതിൽ സംശയം ഒട്ടും തന്നെ വേണ്ട. എനിക്കിനി സമയമില്ല. അവസാനമായി എനിക്ക് ശ്രീ പ്രേമേന്ദ്രനിലേക്കും ശ്രീ MP രാജേഷിലേക്കും പോകേണ്ടതുണ്ട്. ഓരോ മിനിറ്റ് കൊണ്ട് മറുപടി വേണം. ശ്രീ NK പ്രേമേന്ദ്രൻ, ഇന്ന് ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരുന്നു മന്ത്രിസഭാ യോഗത്തിൻ്റെതായിട്ട്. കേരളവുമായി എന്നും നല്ല ബന്ധം നിലനിർത്താൻ പ്രത്യേക ശ്രദ്ധ വെച്ച അവർ മലയാളികളുടെ മനസ്സിൽ മായാത്ത സ്ഥാനം നേടിയിരുന്നു. ഈ വിയോഗം തമിഴ്നാട് ജനതയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കാകെ കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിലും കേരള ജനതയ്ക്കും അപരിഹാര്യമാണ് ഈ നഷ്ടം. ശ്രീ പ്രേമേന്ദ്രൻ, താങ്കൾ അത് അംഗീകരിക്കുമോ? അങ്ങുകൂടി പങ്കാളിയായിരുന്ന ഒരു മന്ത്രിസഭയാണ് ഇങ്ങനെ ഒരു അനുശോചനക്കുറിപ്പ് ഇറക്കുന്നത് എങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു അവരുടെ നിലപാട്? ഉമ്മൻചാണ്ടി അവരെ പോയി കാണാൻ നോക്കിയപ്പോൾ കൂട്ടാക്കില്ല എന്ന് പറയുകയുണ്ടായി. അന്നത്തെ കലാപങ്ങളുടെ ഭാഗമായി ഒരുപാട് മലയാളികളുടെ കുടുംബങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അതിനെതിരെ ഒരു തണുത്ത സമീപനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇടുക്കിയിൽ DMK-യുടെ സ്ഥാനാർത്ഥികൾ നിൽക്കപ്പെട്ടു. ഇടുക്കി തമിഴ്നാടിൻ്റെ ഭാഗമാണ് എന്ന പ്രചാരവേല അവിടെ സംഘടിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ ഉണ്ടായിട്ടാണ് നാം ഇത്ര അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നത്. ശ്രീ പ്രേമേന്ദ്രൻ. അല്ല, ഞാനിപ്പോൾ വളരെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ അനുശോചനത്തിൻ്റെ ഘട്ടത്തിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഉചിതമായിരിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൻ്റെ പ്രമേയത്തിൻ്റെ സത്തയോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയില്ല. പിന്നെ സ്വാഭാവികമായും ഒരു വ്യക്തി, പ്രത്യേകിച്ചും അയൽപക്കത്തെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മരണപ്പെടുമ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ കുറേ കൂടി ബാലൻസ്ഡായി ഇത്തരത്തിലുള്ള പ്രമേയം ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിക്താനുഭവങ്ങൾ ഈ കാര്യത്തിലുണ്ട്. അത് ചർച്ച ചെയ്യാൻ പറ്റിയ അവസരമോ വേദിയോ അല്ല എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കും. ശരി, അവസാനമായി ശ്രീ MP രാജേഷ് 152 അടിയാക്കണമെന്ന നിർബന്ധ ബുദ്ധിക്കാരിയായിരുന്നു ജയലളിത. എന്നിട്ടാണ് മലയാളികൾക്ക് അത്രമാത്രം ഇടം അവരുടെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് ഈ മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പ്. ദശലക്ഷക്കണക്കിന് മലയാളികൾ
തമിഴ്നാട്ടിൽ ഇപ്പോഴും അവരുടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നുണ്ട്. അവരെ ആശ്രയിച്ച് അത്രയും ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. വർഷങ്ങളായിട്ട് അവരവിടെ കഴിയുന്നു. അതിപ്പോൾ തമിഴർ ഇവിടെയുണ്ട്. തർക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അതെ, ഒരുപക്ഷെ അതിനേക്കാൾ എത്രയോ കൂടുതൽ മലയാളികൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായപ്പോഴും പൊതുവിൽ അവരവിടെ സുരക്ഷിതരായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും തമിഴ്നാട്ടിൽ നിന്ന് മലയാളികൾക്ക് നാട് വിട്ടോടി പോകേണ്ടി വന്നിട്ടില്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം. പിന്നെ ഒരു മുഖ്യമന്ത്രിയെ, മരിച്ചൊരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഏതൊരു നേതാവിനെ, വ്യക്തിയെ ആവട്ടെ വിലയിരുത്താൻ സമഗ്രമായി വിലയിരുത്താനുള്ള അവസരം അനുശോചനക്കുറിപ്പല്ല. സമഗ്രമായിട്ടുള്ള വിലയിരുത്തലുകളിൽ യോജിപ്പും വിയോജിപ്പും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. എന്നാൽ അനുശോചനക്കുറിപ്പ് എന്നുള്ളത് ഒരാളെ സംബന്ധിച്ച് ആത്യന്തികമായിട്ടുള്ള വിലയിരുത്തലുമല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഉചിതമാണ് എന്നും എനിക്ക് തോന്നുന്നില്ല. ശരി, അവസാനമായി എനിക്ക് തോന്നുന്നു വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. കാരണം വെച്ചാൽ ഈ കാവേരി വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയം തിളച്ച് മറയാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ജയലളിത കൂടി അപ്പോൾ തലവനില്ല. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ തമിഴനെ മനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമായിട്ട് സ്നേഹത്തിലൂടെയാണ്. ഈ ഒരു ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് കാണിക്കുക. തമിഴന് പൊതുവേ നമ്മളോടുള്ള നമ്മുടെ ഒരു വിരോധം പല കാര്യങ്ങളായിട്ടുണ്ട്. പച്ചക്കറിയുടെ കാര്യത്തിലുണ്ട്, ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ട്. അതൊന്ന് കുറഞ്ഞു വരാനുള്ള പിണറായി വിജയൻ എടുക്കുന്ന സമീപനത, മോഡിയോട് പോലും മൂപ്പർ എടുക്കുന്ന രാഷ്ട്രീയമായി എതിർക്കുമ്പോൾ എടുക്കുന്ന പ്രായോഗികമായ സമീപനത, ഇത് നല്ല പക്വമായ രാഷ്ട്രീയ സമീപനമാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.